ദേവീ ശരണം അമ്മേ, ഭംഗിക്കുള്ളൊരു കാമ്പേ, ശിവമനം ഇളകുമ്പോൾ തളയ്ക്കുന്ന താമ്പേ, ശൃംഗാരത്തേൻ കുഴമ്പേ, പദചരണ പരിത്രാണനപ്പോൻ പൊൻതിടമ്പേ, മംഗല്യത്തിൻ്റെ തുമ്പേ, സരസത പകരും സാരസത്തിൻ്റെ കുമ്പേ, ഭംഗ്യാവന്നെൻ്റെ മുമ്പേ, ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക്, പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഇന്ദ്രനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഇന്ദ്രാണി തന്റെ ആഗ്രഹത്തെ ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയോട് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ഇന്ദ്രാണിയുടെ വാക്കുകളെ കേട്ട ബൃഹസ്പതി ദേവഗുരു പറയുന്നു, ത്വമാരാധായ പൗലമീ ദേവീം ഭഗവതീം ശിവാം ദർശയിഷ്യതി തേനാഥം ദേവി വിഗതകൽമഷം. ഹേ പൗലോമി, ഹേ ഇന്ദ്രാണി. പൗലോമി ഇന്ദ്രാണിയുടെ, ശചിയുടെ മറ്റൊരു പേരാണ്. നീ സ്വരൂപിണിയായിട്ടുള്ള ഭഗവതിയെ ആരാധിക്കുക. ആ ദേവി പാപനിർമുക്തനായ നിന്റെ ഭർത്താവിനെ നിനക്ക് കാണിച്ചു തരും. ജഗദംബികയെ ആരാധിച്ചാൽ ആ ദേവി നഹുഷനെ വേണ്ടവിധം ശിക്ഷിച്ചുകൊള്ളുമെന്ന് മാത്രമല്ല, ആ നഹുഷനെ മോചിപ്പിച്ച് സ്വസ്ഥാനത്ത് നിന്ന് വീഴ്ത്തിക്കോളും. ഇപ്രകാരം ദേവഗുരു പറഞ്ഞത് കേട്ട ഇന്ദ്രാണി ദേവിയെ ആരാധിക്കാനുള്ള മന്ത്രം ദേവഗുരുവിൽ നിന്ന് വിധിപ്രകാരം ഗ്രഹിച്ചു. പൂജാദ്രവ്യങ്ങൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കി, ഏതു വിധത്തിലാണ് ദേവിയെ ആരാധിക്കേണ്ടത് എന്നെല്ലാം ബൃഹസ്പതിയിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയ ഇന്ദ്രാണി ദേവിയെ ആരാധിക്കാനുള്ള അറിവ് നേടിയിട്ട് ഭുവനേശ്വരി ദേവിയെ ഉത്തമ അർച്ചനാദികൾ കൊണ്ട് നന്നായിട്ട് ആരാധിച്ചു. മറ്റ് സാധനങ്ങളെല്ലാം, ഭോഗങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചു. താപസി വേഷം ധരിച്ചു. തൻ്റെ ഭർത്താവിനെ ദർശിക്കാനുള്ള കൗതുകത്തോടെ ദേവിയെ പൂജിച്ചു. ഏതാനും കാലം കൊണ്ട് ദേവി അവൾക്ക് പ്രത്യക്ഷ ദർശനം നൽകി. സൗമ്യരൂപിണിയും വരപ്രതിയും ഹംസവാഹിനിയുമായിട്ട്, കോടി സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്നവളായിട്ട്, കോടി ചന്ദ്രന്മാർക്ക് തുല്യം സുശീതളമായിട്ട്, കോടി മിന്നൽ പിണറുകൾക്കൊപ്പം ശോഭയുള്ളവളായിട്ട്, 4 വേദങ്ങളോടുകൂടിയവളായി, കൈകളിൽ പാശം, അങ്കുശം, വരം, അഭയം എന്നീ മുദ്രകൾ ധരിച്ചവളായി, പാദം വരെ നീണ്ടുകിടക്കുന്ന സ്വച്ഛമായ മുത്തുമാല ധരിച്ചവളായിട്ട്, പ്രസന്നവദനയായി പുഞ്ചിരിക്കുന്നവളായി, ത്രിനേത്രയായിട്ട്, ബ്രഹ്മാവ് മുതൽ കീടങ്ങൾ വരെ, ബ്രഹ്മാദി സ്തംഭപര്യന്തം എന്ന് പറയാറുള്ളൂ, പ്രാണി സമൂഹത്തിന്റെ മാതാവും കരുണാസമുദ്രയും ആയിട്ട്, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ നായികയും പരമേശ്വരിയുമായി, സൗമ്യവും അനന്തവുമായ രസം നിറഞ്ഞ സ്തനദ്വയത്തോടുകൂടിയവളായിക്കൊണ്ട്, സർവേശ്വരിയും സർവജ്ഞയും അക്ഷരബ്രഹ്മസ്വരൂപിണിയുമായ ദേവി ഇതാ ശചീദേവിക്ക് ദർശനം നൽകി. ആ ദേവി പരിശ്രാന്തിയായിട്ടുള്ള ശക്രന്റെ പത്നിയായിട്ടുള്ള ശചിയോട് സന്തുഷ്ടമായി കൊണ്ടു പറഞ്ഞു. അത്യന്തം സന്തോഷം ഉളവായി മേഘഗംഭീര ശബ്ദത്തിലാണ് ദേവി അവളോട് പറഞ്ഞത്. എന്താ ദേവി പറഞ്ഞത്? ദേവ്യൗവാചാവരം വരയ ശുശ്രോണി വാഞ്ചിതം ശക്രവല്ലഭേ ദധാമ്യദ്യ പ്രസന്നാസ്മി പൂജിത സുഭൃശം ത്വയാ. ഹേ ഇന്ദ്രപത്നി, സുന്ദരി, ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ. നീ അത്യന്തം ഭക്തിയോടെ പൂജിക്കൊണ്ട് ഞാൻ പ്രസന്നയാണ്, സന്തുഷ്ടയാണ്. നീ ആഗ്രഹിക്കുന്ന വരം നൽകാം, അതിനുവേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ. എൻ്റെ ദർശനം
അങ്ങനെ പെട്ടെന്ന് ലഭിക്കുന്നതല്ല. അനേക കോടി ജന്മങ്ങളിലെ പുണ്യ പരിഭാഗം കൊണ്ടേ അത് ലഭിക്കുള്ളൂ എന്നൊക്കെ ദേവി ഇന്ദ്രാണിയോട് പറഞ്ഞു. ദേവിയുടെ വാക്കുകൾ കേട്ട ഇന്ദ്രാണി ദേവിയെ നമസ്കരിച്ച് കൈകൂപ്പി നിന്നുകൊണ്ട് ആ വരങ്ങൾ ചോദിക്കണു. ആ ശക്രന്റെ പത്നിയായിട്ടുള്ള ഇന്ദ്രാണി പ്രസന്നയായ പരമേശ്വരി ദേവിയോട് പറഞ്ഞു, അമ്മേ, പരമദുർലഭമായ ഭർതൃദർശനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നൗഷനിൽ നിന്നുള്ള ഭയം ഇല്ലാതാവണം. സ്വന്തം പദവി ലഭിക്കുകയും എൻ്റെ ഭർത്താവിന് സ്വന്തം പദവി ലഭിക്കുകയും വേണം എന്നുള്ള വരങ്ങളെയാണ് ഇന്ദ്രപത്നി ദേവിയോട് ചോദിച്ചത്. ഭർത്താവിനെ കാണാൻ കഴിയണം ഉടനെ. ഭർത്താവിന് നഷ്ടപ്പെട്ട സ്വസ്ഥാനം ലഭിക്കണം. നൗഷന്റെ ഭയത്തിൽ നിന്നും മോചിതയാവണം എന്നീ വരങ്ങളെ ചോദിച്ചു. ദേവി പറയണു, ഗച്ഛത്വം മനയാ ദൂത്യ സാർദ്ധം ശ്രീമാനസംസര യത്ര മേ മൂർത്തിരജലാ വിശ്വകാമാഭിധാമത തത്ര പശ്യസി ശക്രം ത്വം ദുഃഖിതം ഭയവിഹ്വലം. പറഞ്ഞു, നീ മാനസ സരസിലേക്ക് പോകണം. വിശ്വകാമ എന്ന പേരിൽ എൻ്റെ മൂർത്തിയെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദുഃഖിതനായിട്ടുള്ള ഭീതി നിറഞ്ഞതായിട്ടുള്ള നിന്റെ ഭർത്താവ് ശക്രനെ, ഇന്ദ്രനെ നിനക്ക് അവിടെ കാണാൻ കഴിയും. കുറച്ചു കാലം കൊണ്ട് രാജാവായ നഹുഷനെ ഞാൻ മോഹിപ്പിച്ചുകൊള്ളാം. നീ സ്വസ്ഥമായിട്ടിരുന്നുള്ളൂ. നിന്റെ ആഗ്രഹം ഞാൻ സാധിക്കുന്നുണ്ട്. രാജാവിനെ ഞാൻ മോഹിപ്പിച്ച ഇന്ദ്രസ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കിയേക്കാം. രാജാവ് എന്ന് പറയുന്നത് നഹുഷനെ മോഹിപ്പിച്ച് അവനെ ഇന്ദ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ഭ്രഷ്ടനാക്കിക്കൊള്ളാം എന്നാണ് ദേവി ഇവിടെ അനുഗ്രഹിക്കുന്നത് എന്ന് പറയാണ്. ആ ഇന്ദ്രപത്നിയെ കൂട്ടിക്കൊണ്ട് ദേവിയുടെ ദൂതി വളരെ വേഗം ഇതാ ആ പറഞ്ഞ സ്ഥലത്തേക്ക്, വിശ്വകാമ എന്ന പേരിൽ എൻ്റെ മൂർത്തി മാനസ സരസിലുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ മാനസ സരസിലെ ദേവി പറഞ്ഞതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് ദേവിയുടെ തന്നെ അനുഗ്രഹത്താൽ ഒരു ദൂതിയുടെ സഹായത്താൽ ഇന്ദ്രാണി ഇതാ വേഗം അവിടെ എത്തിച്ചേർന്നു. പരമേശ്വരിയെ സ്വഭർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചു. ഒളിച്ചു വാഴുന്ന ആ ദേവേശനെ ഇന്ദ്രാണി ദർശനം ചെയ്തു. അവിടെ ഏറെക്കാലമായി കാണാൻ കൊതിച്ചിരുന്ന അദ്ദേഹത്തെ ഇന്ദ്രാണി അവിടെ കണ്ട് സന്തുഷ്ടയായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഷ്ടമ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നത്. വളരെ ദീർഘമായിട്ടാണ് നഹുഷന്റെ ചരിതം ദേവി ഭാഗവതത്തില് 3 അധ്യായങ്ങളെ കൊണ്ട് 3-4 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നത്. ഇത്രയും ദീർഘമായിട്ട് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ പറയണില്ല, ചുരുക്കിയാണ് അവിടെ പറയുന്നത് എന്ന് മാത്രമല്ല, അവിടെ പറയുന്ന കഥ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. എന്തായാലും ദേവിയുടെ അനുഗ്രഹത്താൽ തൻ്റെ ഭർത്താവിൻ്റെ ദർശനം ഇതാ ഇവിടെ ഇന്ദ്രാണിക്ക് ലഭിക്കുന്നു. ഇനി നഹുഷന്റെ അധഃപതനമാണ്